സുവാർ വേണ്ടാത്തതിന് മേല് വേണമെന്ന് മനസ്സിലായില്ലേ? ദാദയാണ് പറയണേ, വെറും ദാദയല്ല, ഭൂമൂക്ക ദാദ, ഗുലാം മുഹമ്മദ് കരീം ദാദ. നമ്മളെ ശിഷ്യൻ ലംബുവിനോട് കളിച്ചാൽ ആ കളി തീക്കളിയായിരിക്കും. മോനെ ലംബു, മതി നിർത്ത്, ഇനി തല്ലല്ലേ, ഇനി തച്ച ചത്തു. വാ അങ്ങോട്ട് ഇറങ്ങി വാ, അങ്ങോട്ട് ഇറങ്ങി വാ. തല്ലുകാരൻ എന്നൊരു ദുഷ്പേര് നാട്ടുകാർക്കിടയിൽ എനിക്കുണ്ട്. അതൊന്നും മാറ്റിയെടുക്കാന്ന് വെച്ചാൽ നീ ഒന്നും സമ്മതിക്കത്തില്ല അല്ലടാ. എന്താ ഇവിടെ? അങ്ങനെ സാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കേ, പറയാം. കാര്യം ഞങ്ങൾ ആരുടെ മുഖത്ത് നോക്കി പറയും, ഇല്ല ലംബു? പിന്നല്ലാതെ. എന്നാ പറഞ്ഞു തൊലക്കടോ, മനുഷ്യന് വേറെ പണിയുണ്ട്. അതൊരു ശരിയായ പണിയല്ല. എന്താ? നമ്മൾ ഈ പണിയിൽ ഇടപെട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ സാറിന് വേറൊരു പണിയുണ്ടെന്ന് പറയുന്ന പണിയുണ്ടല്ലോ, അത് ശരിയായ പണിയല്ല എന്ന്. സാർ ഈ പണിയൊക്കെ തീർത്തിട്ട് സാറിന് വേറെ പണി ഉണ്ടെങ്കിൽ ആ പണി തീർക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി തീർക്കാമല്ലോ. അല്ലാതെ എന്താ പ്രശ്നം എന്ന് വെച്ചാ പറയാൻ. പ്രശ്നം ഒരു ലേഡീസ് കരഞ്ഞു. എന്താ? അതെ സാർ, ബസ്സിൽ ഒരു കന്യക കരഞ്ഞു. ആ കന്യകയുടെ പ്രശ്നം ആരോ പിടിച്ചെന്ന് പറഞ്ഞാണ് കരച്ചില്. തൊട്ടടുത്ത് നിന്നിരുന്ന ഇവനോട് ഞാൻ ചോദിച്ചു, താങ്കളാണോ ഈ പ്രശ്നം പിടിച്ച മനുഷ്യനെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ എന്റെ നേരെ തട്ടിക്കയറുന്നു, എന്റെ കൈ കയറി പിടിക്കുന്നു. പിന്നെ പ്രശ്നം ഉണ്ടാവാൻ പേരുത്ത സമയം വേണോ? ലംബുവിന്റെ മേത്ത് ആര് തൊട്ടാലും എന്താ ആടി ഉറപ്പല്ലേ? എന്റെ ഈശ്വര. മോനെ ലംബു, ഞാൻ ഒരു സത്യം പറയട്ടെ. നിങ്ങൾ ഇന്നോളം സത്യം പറഞ്ഞിട്ടുണ്ടോ എന്റെ ഭായി? പടച്ചു വരണേ, എനിക്കൊരു നിർബന്ധമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സത്യം പറയുമ്പോ അതിന്റെ ലംബുവിനോട് തന്നെ ആയിരിക്കണം. എന്റെ സമയദോഷം. പറഞ്ഞോളൂ. ലേഡീസിന്റെ പ്രശ്നത്തിൽ കൈവച്ചില്ലേ, അത് ഞാനായിരുന്നു. ദാദ ഇങ്ങനെ പിണങ്ങി കിടന്ന അച്ഛനും കുട്ടി സങ്കടം വരും. അപ്പൊ ഈ ചെയ്ത പണിയോ എന്റെ മൂന്നക്കിടുക, അതും എമ്മായിരം ഇടല്. എടോ ബൊമ്പായിന്ന് ഒന്ന് കൊന്തടന്നല്ല എ ക്ലാസ് അടിയിട്ടിട്ട് എനിക്ക്, പക്ഷെ ഇജാതി അടിയിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ എന്നെക്കാളും വയസ്സിന് മൂത്ത ആളല്ലേ. ആ, വയസ്സിന് മൂപ്പണ്ടെന്ന കാര്യം ഉറപ്പല്ലേ? ആ, ഒന്നോ രണ്ടോ ഉണ്ടാവുന്ന വെച്ചോ മതി. പക്ഷെ തോന്നിയാസം കാണിച്ച പ്രായ വ്യത്യാസം നോക്കുന്ന പ്രശ്നമില്ല. അടി ഉറപ്പാ. ഈ എന്നും പറഞ്ഞ എന്നെ വിളിച്ചോണ്ടെന്ന്. എന്താ ഞാൻ വിളിച്ചോണ്ട് വന്നെന്നാ? പിന്നെ എന്റെ കൂടെ ചാടി പുറപ്പെടണ്ടെന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞല്ലേ? അത് ഈ പറയല്ലേ, ഈ നമുക്കല്ലേ, അനക്ക് ബുദ്ധിയില്ലല്ലോ. എടാ രാഘവട്ട് എന്നെ വിളിച്ച് പറഞ്ഞെന്താണെന്നറിയോ? അച്ഛനും കുട്ടി ഇങ്ങനെ പുറപ്പെടുന്നുണ്ട്, ഒരു ബോഡി ഗാർഡായിട്ട് ദാദ കൂടെ പോണെന്ന്. പിന്നെ ഞാൻ പുറപ്പെടാതിരിക്കഷ്ട, എന്റെ കുട്ടിയല്ലേ, രണ്ടു കൽപ്പിച്ചാനായിട്ട് കയറി. അതിനിപ്പോ എന്താ പ്രശ്നം? പ്രശ്നം തന്നെ, ബോഡി ഗാർഡ് മൂന്നക്കിടല്ല. പിന്നെ ലംബോ, എനിക്കൊരു വീക്കെൻഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാലോ, ഡിൻഡോൾഫിക്ക സുഡാൽഫിക്ക്. ആ വീക്കെൻഡ്സ് ജീവിതത്തിൽ നിന്ന് വരെ എനിക്ക് കിട്ടിയില്ല. അതിവിടെ എനിക്കൊന്ന് അനുഭവിക്കണം. അത് നീ ഒന്ന് സഹായിക്കണേ. സുഡാൽഫി കയ്യോടില്ല വിളിക്കുന്നത്. എന്താ പറഞ്ഞേ? ഡിൻഡോൾഫിക്ക സുഡാൽഫിക്ക്.